തദ്ദേശ തെരഞ്ഞെടുപ്പിന് പൂർത്തിയാകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടമായിട്ട് തൃപ്പൂണിത്തുറ മാറുന്നു. എന്തുകൊണ്ടെന്നാൽ NDA അവിടെ നഗരസഭ ഭരണത്തിലേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരുന്നു, ഇത്തവണ ഭരണത്തിലേക്ക് എത്തുന്നു എന്നാണ്. നമ്മോടൊപ്പം തൃപ്പൂണിത്തുറയെ ഏറ്റവും നന്നായി അറിയാവുന്ന MLA കെ ബാബു ചേരുകയാണ്. തൃപ്പൂണിത്തുറയിലെ ഓരോ വോട്ടർമാരെയും ഒരുപക്ഷെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. എന്താണ് തൃപ്പൂണിത്തുറയിൽ വരുന്ന മാറ്റം? തൃപ്പൂണിത്തുറയില് അപകടകരമായൊരു ധ്രുവീകരണം ഉണ്ടായിട്ടുള്ളത്. അത് തൃപ്പൂണിത്തുറ പോലെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1980 മുതലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 80 മുതൽ ഇതുവരെ കോൺഗ്രസ് ആകെ 5 കൊല്ലം മാത്രമേ അവിടെ ഭരിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ കാലവും ഭരിച്ചത് CPM ആണ്. കഴിഞ്ഞ പ്രാവശ്യം BJP ആയിരുന്നു അവിടെ രണ്ടാം കക്ഷി. ഞങ്ങൾക്ക് മൂന്നാം കക്ഷത്തായിരുന്നു സ്ഥാനമായിരുന്നു. ഞങ്ങൾക്ക് 7 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങള് വലിയ അഭിമാനത്തോടെയല്ല പറയുന്നത്, എന്നാലും ഞങ്ങള് 11 കോൺഗ്രസും ഒരു കേരള കോൺഗ്രസും ഉൾപ്പെടെ 12 സീറ്റ് അവിടെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന CPM പുറകോട്ട് പോയി. അത് രാഷ്ട്രീയമായിട്ട് CPMന്റെ വലിയൊരു രാഷ്ട്രീയ പരാജയമാണ്. വലിയൊരു സാമുദായിക ധ്രുവീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയപരമല്ല, സാമുദായിക ധ്രുവീകരണം തന്നെയാണ് ഉണ്ടാവുന്നത്. അവിടെ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ട്. ഇത് തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു ധ്രുവീകരണം വന്നതായിട്ട് കാണാൻ സാധിക്കും. തിരുവല്ലയിലാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇന്ന് കണ്ടു. ഇത് കേരളം പോലെ ഒരു പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും നടന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു മാറ്റമാണ്. ഇന്ത്യ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സാധ്യതകൾ കൂടി തൃപ്പൂണിത്തുറയില് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും വർഗീയ ധ്രുവീകരണത്തിന് അനുകൂലമല്ല. എപ്പോഴും തൃപ്പൂണിത്തുറയിൽ എന്താന്നുള്ളത് പാർട്ടി നേതൃത്വം അല്ല, ഞാൻ പറയുന്നത് ഇതിവിടെ മാത്രമല്ലല്ലോ, മൊത്തമായിട്ടുള്ള ഒരു ചർച്ച വരുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തൃപ്പൂണിത്തുറയും തീരുമാനിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല. ഇപ്പൊ ഏതായാലും ഞങ്ങളുടെ നിലപാടിന്റെ പേരിൽ BJP അവിടെ അധികാരത്തിൽ വരില്ല. അത് ആ കാര്യം ഉറപ്പാണ്. തൃപ്പൂണിത്തുറയെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന കെ ബാബു MLA തന്നെയാണ് ഇതിനെക്കുറിച്ച് വിശദമാക്കുന്നത്. വരും ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിൽ NDA നേടിയ വിജയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്നത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാക്കി വെക്കുന്ന ചിത്രം. ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി.